പണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നൈസായിട്ട് ഒതുക്കി ഡൽഹിക്ക് അയച്ചൊരു നേതാവുണ്ട്, ശ്രീ AK ആന്റണി. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ കണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വ നിരയിലാണ്. ആറാട്ടോക്സ് ഇന്നിവിടെ പറഞ്ഞു വരുന്നത് AK ആന്റണിയെക്കുറിച്ചല്ല, മറിച്ച് ഒരു യുവ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഒരു യുവ MP യെക്കുറിച്ചാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള കടപ്പാടുള്ള നേതാവ് അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, പ്രവർത്തിക്കും. ആറാട്ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. AK ആന്റണിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയെങ്കിലും ആറാട്ടോക്സ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന യുവ MP യെക്കുറിച്ച് തന്നെയാണ്. ആറാട്ടോക്സിൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിൽ ദേശീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് പോകേണ്ട ഒരു യുവ നേതാവല്ലായിരുന്നു. കേരളത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളം വിശ്വാസവും ഇത്രത്തോളം സ്നേഹവും പിടിച്ചുപറ്റിയ ഒരു നേതാവിനെ കേരളത്തിൽ തന്നെ നിലനിർത്തി ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടായിരുന്നൊരു നേതാവായിരുന്നു ഷാഫി. നിസ്സംശയം പറയാം, ഷാഫിയുടെ ഈ പാർലമെൻറ്റ് സീറ്റ് എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മറവിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തിയ കളി തന്നെയാണ്. ഷാഫി കേരളത്തിൽ തുടർന്നാൽ പലരും മോഹിച്ച സ്ഥാനങ്ങൾ കിട്ടില്ല എന്ന കാര്യം ഉദ്ദേശിച്ച് തന്നെയാണ് ഷാഫിയെ കേന്ദ്രത്തിലേക്ക് അയച്ചത്. എന്നാൽ ഷാഫി പറമ്പിലാകട്ടെ ജനങ്ങളുടെ ഉന്നമനത്തിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ അസംബ്ലിയിലായാലും ലോകസഭയിലായാലും ഷാഫി എന്നും ശബ്ദമുയർത്തുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനമാണ് ഷാഫിയെ എന്നും ഒരു നല്ല ജനനേതാവാക്കിയത്. അതുതന്നെയാണ് ഈ അടുത്ത സമയത്ത് പാർലമെൻറ്റിൽ കണ്ടത്. വിമാന കമ്പനികൾ തോന്നിയ പോലെ കുത്തനെ നിരക്ക് കൂട്ടുന്നത് എന്നും സാധാരണക്കാരായ പ്രവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ പല തൊഴിലാളികളായ പ്രവാസികൾക്കും തങ്ങളുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ബാക്കിവെച്ച് അവധി ദിനങ്ങളിലോ അല്ലെങ്കിൽ 4-5 ദിവസം അവധിയെടുത്തോ നാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത അവസ്ഥ. കാരണം അവരൊക്കെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ തങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും പ്രവാസി ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് ഇത്ര ഭീമമായ തുക കണ്ടെത്തി ഇത്ര ഭീമമായ തുക ചിലവാക്കി നാട്ടിൽ വരാൻ സാധിക്കില്ല. ആറാട്ടോക്സി പറയുന്നത് സാധാരണക്കാരായ പ്രവാസികളെക്കുറിച്ചാണ്. എന്നാൽ ഗൾഫ് മേഖലയിലൊക്കെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്രവാസികൾക്ക് ഒരുപക്ഷെ വിമാന നിരക്കിലെ വർധനയും ഫ്ലക്ച്വേഷൻ കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ് സത്യം. കാലാകാലങ്ങളായ ആൾക്കാരെല്ലാം ശബ്ദമുയർത്തുന്നുണ്ട്, പറയുന്നുണ്ടെങ്കിലും ഇതിന് വ്യക്തമായ നടപടികളോ തീരുമാനങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ സ്വരമാണ് പാർലമെൻറ്റിൽ കേട്ടത്. ഷാഫി വളരെ ശക്തമായി ഈ പ്രശ്നത്തെ പാർലമെൻറ്റിൽ ഉന്നയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത് സാധാരണക്കാരൻ്റെ പ്രശ്നമാകുന്നതെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ ഷാഫി വൈകാരികമായി തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഷാഫിയുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Sir, please note, only 9 seats are left. So is this just about demand and supply? Tomorrow only 4 seats are left and they are flying it for 19,000. And on August 31st, they have got 9 seats left and they are charging 77,000, sir. Sir, how can they come home? How can they go back to their work? They all are not rich people who are abundant in resources, sir. Most of them are normal laborers, sir, who work for a flat salary. Very flat salary which may not provide them a ticket annually, which may not even provide them accommodation and food, but still they work hard so that they can ensure that their family is having their bread and butter. എന്തായാലും ഷാഫി പറമ്പിൽ വളരെ ശക്തമായി പാർലമെന്റിൽ ഉന്നയിച്ച ഈ വിഷയം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പ്രവാസികൾക്ക് ആശ്വാസകരമായ നടപടികൾ എന്തെങ്കിലും ഇപ്രാവശ്യമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആറാട്ടോക്സും പ്രത്യാശിക്കുന്നു. ഇവിടെ ആറാട്ടോക്സ് ഉന്നയിക്കുന്ന ഒരു വിഷയം, പാർലമെന്റിൽ നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾ എങ്ങനെയുള്ളവരായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനങ്ങളുടെ നേതാക്കന്മാരായിരിക്കണം പാർലമെൻറ്റിലേക്ക് പോകേണ്ടത്. കൃത്യമായി ആശയവിനിമയം നടത്തുവാൻ കഴിവുള്ള നേതാക്കളെ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടത് ഒരു നാടിൻ്റെ വികസനത്തിനും ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഒരു MP എങ്ങനെ ആയിരിക്കണം പാർലമെൻറ്റിലെന്ന് ഷാഫി പറമ്പിൽ കാട്ടിയതുപോലെ ഒരു MP എങ്ങനെ ആവരുത് പാർലമെൻറ്റിലെന്ന് ഒരു ഉദാഹരണം കൂടി കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Of this house, sir, we should keep our integrity in this house, and we should not take a political card in this house, sir. Once again, I would like to remember this honor, this house, and all of us, our members. India is a land of pluralism. India is the largest country of the world, largest democratic country, largest secularist country,
And also, we have to pay and we have to memorize our freedom fighters.